ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ LSTS പ്രിലിംസ് മാത്സിന്റെ പുതിയൊരു ക്ലാസ്സായി വന്നിരിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക് പെർസെൻറ്റേജ് ആണ്. നമുക്കറിയാം, നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഒന്നാം ഘട്ടം അടുത്ത മാസം മെയ് 11-നാണ്. നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മുടെ ഹോൾ ടിക്കറ്റ് വരും. ആരൊക്കെയാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ നാളെയോ മറ്റന്നാളോ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളും കുറച്ചധികം പാഠഭാഗങ്ങളും ബാക്കിയുണ്ട്. അപ്പൊ നമുക്കൊന്ന് വേഗത്തിൽ തീർക്കണം അല്ലേ? അപ്പൊ ഇന്നത്തെ ടോപ്പിക് പെർസെൻറ്റേജ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ വാർഡ് 25% population are affected by COVID-19. Of these, 100 are male, 10 transgenders and other female. If the ward constitute 300 female and they constitute 50%, then how many females are affected? ഒരു വാർഡിന്റെ മൊത്തം പോപ്പുലേഷന്റെ 25% പേർക്കും COVID-19 വന്നു. ഇതിൽ ഈ 25% പേരിൽ 100 ആളുകൾ മെയിലും 10 ട്രാൻസ്ജെൻഡേഴ്സും ബാക്കിയുള്ളതൊക്കെ ഫീമെയിൽസും ആണ്. ഈ വാർഡിൽ മൊത്തം 300 ഫീമെയിൽസ് ആണ് ഉള്ളത്. അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്ട്രെങ്ത്തിന്റെ 50%. അങ്ങനെയാണെങ്കിൽ എത്ര ഫീമെയിൽസിനാണ് COVID-19 വന്നിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദ്യം. ഒരു വാർഡിന്റെ മൊത്തം ശതമാനത്തിന്റെ 25% പേർക്ക് COVID-19 വന്നു. ഇതിൽ തന്നെ 100 പേര് പുരുഷന്മാരും 10 പേര് ട്രാൻസ്ജെൻഡേഴ്സും ബാക്കിയുള്ളത് സ്ത്രീകളുമാണ്. വാർഡില് 300 ഫീമെയിൽസ് ആണുള്ളത്. ആ 300 ഫീമെയിൽസ് എന്ന് പറഞ്ഞാൽ മൊത്തം ജനസംഖ്യയുടെ 50% ആണെങ്കിൽ ഹൗ മെനി ഫീമെയിൽസ് ആർ അഫക്റ്റഡ് എന്നാണ് ചോദ്യം. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 400ന്റെ 50% കാണാൻ നമ്മൾ എന്താ ചെയ്യുക? 400 × 50/100 അങ്ങനെയല്ലേ നമ്മൾ പെർസെൻറ്റേജ് കാണുക. അപ്പോൾ പെർസെൻറ്റേജിന്റെ ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഞാൻ 30 സെക്കൻഡ് സമയം എന്നും തരുന്നത് പോലെയാണ് നിങ്ങൾക്ക് തരാം. ആൻസേഴ്സ് കമന്റ് ആയിട്ടിട്ടോളൂ. ഓക്കെ, ഹലോ. ഓക്കെ, ഓപ്ഷൻസ് കമന്റ്സ് ആയി വന്നിട്ടുണ്ട്. വെരി ഗുഡ്. കുറെ പേരൊക്കെ ആൻസേഴ്സ് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, യെസ്, ഗുഡ്. അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോയാലോ? നമുക്ക് എന്താ തന്നിട്ടുള്ളത്? Given that there are 300 females, which is 50% of total strength. മൊത്തം സ്ട്രെങ്ത്തിന്റെ 50% സ്ത്രീകളാണെന്നും അതിന്റെ എണ്ണം 300 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് പെർസെൻറ്റേജിനെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് എന്ന നമ്പറിന്റെ 50% ആണ് 300 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 300 = x × 50/100 എന്ന് എഴുതിക്കൂടെ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ 300 × 100 is 300 × 100 / 50 ആണ് എക്സ് എന്ന് കിട്ടും അല്ലെ? ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 50 ഉം 100 കൂടി ക്യാൻസൽ ആയ 2 അല്ലേ? 300 × 2 600. അപ്പൊ ടോട്ടൽ പോപ്പുലേഷൻ 600 ആണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? Given that 25% of total population is COVID affected.
സോ നമ്പർ ഓഫ് കോവിഡ് അഫക്റ്റഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 600ന്റെ 25%, 600ന്റെ 25% പേർക്കും COVID-19 വന്നു. അപ്പോൾ 600 into 25 divided by 100. 600 into 25 divided by 100 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 100ഉം 100ഉം 0 0 0 0 ക്യാൻസൽ ചെയ്തു. 25 into 6. 25 into 6 150 അല്ലേ? നമ്പർ ഓഫ് കോവിഡ് എഫക്റ്റഡ് ഫീമെയിൽസ് എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് കോവിഡ് എഫക്റ്റഡ് മൊത്തം കോവിഡ് വന്ന ആളുകളുടെ എണ്ണം 150 അതിൽ 100 പേര് പുരുഷന്മാരും 10 പേര് ട്രാൻസ്ജെൻഡേഴ്സും ആണ് തന്നിട്ടുണ്ട്. അപ്പൊ സ്ത്രീകളുടെ എണ്ണം എങ്ങനെ കാണും? 150 മൈനസ് 100 പ്ലസ് 10. 150 പ്ലസ് മൈനസ് 110 40. 40 ആൻസർ. ഓപ്ഷൻ സി 40 ആൻസർ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ. ചിലപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ആയിരിക്കും കാണേണ്ടി വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക, ഇതിന്റെ 50% എത്രയാണ്, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്, അങ്ങനെ അത്തരം ഏത് തരത്തിൽ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്മൾ ബേസിക് ആയി അറിയേണ്ടത് 600ന്റെ 50% കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? 600 into 50/100. ഈ ഒരു ബേസിക് ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ. Raju's income is 20% less than that of Rahim. How much percentage is Rahim's income more than that of Raju's income? രാജുവിന്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റഹീമിന്റെ വരുമാനത്തിനേക്കാൾ 20% കുറവാണ്. അങ്ങനെയാണെങ്കിൽ റഹീമിന്റെ വരുമാനം രാജുവിന്റെ വരുമാനത്തേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാജുവിന്റെ വരുമാനം റഹീമിന്റെ വരുമാനത്തിനേക്കാൾ 20% കുറവാണെങ്കിൽ റഹീമിന്റെ വരുമാനം രാജുവിന്റെ വരുമാനത്തേക്കാൾ എത്ര കൂടുതലാണ്? അതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ 20, ബി 25, സി 30, ഡി 35. ഒരു പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ പറഞ്ഞ ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസേഴ്സിലേക്ക് എത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കൂ. 30 സെക്കൻഡ് സമയം തരാം. ഹലോ, ചെയ്ത് നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, കമന്റ് സെക്ഷൻ ആക്റ്റീവ് ആണല്ലോ. വെരി ഗുഡ്. നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇതിന് ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മോർ ആണോ ലെസ്സോ, ചിലപ്പോ ഇയാൾക്ക് ഇത്ര ശതമാനം കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ആൾക്ക് എത്ര കുറവാണെന്ന് ചോദിക്കാം. മോർ പെർസെൻറ്റേജോ ലെസ് പെർസെൻറ്റേജോ ചോദിക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ മോർ പെർസെൻറ്റേജ് കാണാൻ ലെസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ലെസ്. ലെസ് പെർസെൻറ്റേജ് ആണ് കാണേണ്ടതെങ്കിൽ മോർ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് മോർ. ഓക്കെ, മോർ പെർസെൻറ്റേജ് കാണാൻ ലെസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ലെസ്. ലെസ് പെർസെൻറ്റേജ് കാണാൻ മോർ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് മോർ. ഓക്കെ, നമുക്കിവിടെ മോർ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. ലെസ് പെർസെൻറ്റേജ് 20 ആണ് തന്നിട്ടുണ്ട്. 20 ഇൻറ്റു 100 divided by 100 minus 20. Into 100 divided by 100 minus 20.
20 into 100 എത്രയാ? 2000 divided by 100 20 പോയാ 80 അല്ലേ? 0 0 ക്യാൻസൽ ആയി പോയി. 200 by 8 വരും. 200 by 8 എത്രയാ? 25% അല്ലേ? ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇങ്ങനെ ഒരാളുടെ വരുമാനമാണ് മിക്കവാറും ഈ കേസിൽ ചോദിക്കാറ്. അത് ഇത്ര ശതമാനമാണെങ്കിൽ അയാൾ ഇത്ര ശതമാനം കുറവാണെങ്കിൽ മറ്റാളേക്കാൾ എത്ര ശതമാനം കൂടുതൽ, ഇത്ര ശതമാനം കൂടുതലാണെങ്കിൽ അടുത്ത ആളേക്കാൾ എത്ര ശതമാനം കുറവ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ മോർ പെർസെൻറ്റേജ് കാണാൻ ലെസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ലെസ് പെർസെൻറ്റേജ് കാണാൻ മോർ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് മോർ. ഏതാണ് തന്നിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവും, ലെസ് ആണോ മോർ ആണോ എന്ന്. അപ്പോൾ ലെസ് ആണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് പറഞ്ഞാൽ കുറവല്ലേ, അപ്പൊ കുറയ്ക്കാം. ലെസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ലെസ്. മോർ ആണ് തന്നിരിക്കുന്നതെന്ന് വെച്ചാലോ മോർ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് മോർ. മോർ ആണെങ്കിൽ കൂട്ടുക, ലെസ് ആണെങ്കിൽ കുറയ്ക്കാം. ഇക്വേഷൻ ഓർത്തിരിക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, the population of a city increased by 9% every year. If the present population is 65,400, what was it a year ago? The population of a city increased by 9% every year. ഓരോ വർഷത്തിലും ഒരു സിറ്റിയിലെ പോപ്പുലേഷൻ 9% കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോഴുള്ള അവിടുത്തെ ജനസംഖ്യ 65,400 ആണെങ്കിൽ കഴിഞ്ഞ വർഷം അവിടുത്തെ ജനസംഖ്യ എന്തായിരിക്കും എന്നാണ് ചോദ്യം. 9% ഇൻക്രീസ് ചെയ്യുന്നു തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനസംഖ്യ 65,400 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യ എത്രയാണ്? അതായത് ഈ 9% ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പ് അവിടെയുള്ള ജനസംഖ്യ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 54,000, ഓപ്ഷൻ ബി 58,860, ഓപ്ഷൻ സി 60,000, ഓപ്ഷൻ ഡി 71,286. ചെയ്തു നോക്കൂലോ. ഹലോ, ഓക്കെ. ഓപ്ഷൻ സി 60,000 പറയുന്നവരുണ്ട്. ഓപ്ഷൻ ബി 58,860 പറയുന്നവരുണ്ട്. ഓക്കെ, ഇതിലൊന്നും അല്ലാത്ത ഓപ്ഷൻ കിട്ടിയവരുണ്ട്. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് ആൻസറിലേക്ക് പോവാം. നമുക്ക് എന്താ അറിയാം? നമുക്ക് പ്രീവിയസ് ഇയർ പോപ്പുലേഷൻ അറിയില്ല. അപ്പൊ ലെറ്റ് us take പ്രീവിയസ് ഇയർ പോപ്പുലേഷൻ ഈസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പോപ്പുലേഷൻ എന്താ? എക്സ് പ്ലസ് 9% കൂടും അല്ലെ? എക്സ് പ്ലസ് 9 ഇൻറ്റു എക്സ് ബൈ 100. അതാണ് 6,540. സോറി, 65,400. അതാണ് 65,400 അല്ലേ? കഴിഞ്ഞ വർഷത്തെ
പോപ്പുലേഷൻ എക്സ് ആയിട്ട് എടുത്തു. 9% കൂടി എന്ന് പറഞ്ഞു. എക്സ് പ്ലസ് 9 ഇൻറ്റു എക്സ് ബൈ 100 65,400 ആണ്. ഈ എക്സ് പ്ലസ് 9 ഇൻറ്റു എക്സ് ബൈ 100 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 9 എക്സ് ബൈ 100നെ 0.09 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ലേ? അപ്പോൾ എക്സ് പ്ലസ് 0.09 എക്സ് ഇസ് ഇക്വൽ ടു 65,400 ആണ്. എക്സ് പ്ലസ് 0.09 എന്ന് പറഞ്ഞാൽ 1.09 എക്സ് അല്ലേ? അതിന്റെ വാല്യൂ എത്ര? 65,400 ആണ്. അപ്പോൾ എക്സ് ഇസ് ഇക്വൽ ടു 65,400 ഡിവൈഡഡ് ബൈ 1.09. ഈ പോയിന്റിനെ കളയാൻ വേണ്ടി നമുക്ക് മുകളിലും താഴെ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോ ഒറ്റ 65,40,000 ഡിവൈഡഡ് ബൈ 109 എന്ന് വരും. ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 60,000 ആണ് ആൻസർ കിട്ടുക. ബാക്കി 0 അവിടെ കിടക്കട്ടെന്ന് വിചാരിക്കാം നമുക്ക്. ബൈ 109. 109 നിങ്ങളൊന്ന് 6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കൂ. 109 ഇൻറ്റു 6 ഒരു 6 654 654 ഓക്കെ. അപ്പോൾ 109 ഇൻറ്റു 6 654 ആണ് അല്ലേ? അപ്പൊ ഇതിന് നമുക്ക് 60,000 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ 60,000 ആണ് ആൻസർ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പോപ്പുലേഷൻ എക്സ് ആയിട്ട് എടുക്കുക. കറണ്ട് ഇയറിലെ പോപ്പുലേഷൻ ആണെങ്കിൽ എക്സ് പ്ലസ് 9 ഇൻറ്റു എക്സ് പ്ലസ് 100 എന്ന് വരും. എക്സ് പ്ലസ് 0.09 എക്സ് എന്ന് പറയുമ്പോൾ 1.09 എക്സ് ആണ് എക്സിന്റെ വാല്യൂ. അതൊന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആ എക്സിന്റെ വാല്യൂ ആണ് പ്രീവിയസ് ഇയർ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, 80% of employees in an office are females and the total number of male employees is 25. The number of female employees is. എന്താ തന്നിരിക്കുന്നത്? ഒരു ഓഫീസിലെ 80% ജീവനക്കാരും സ്ത്രീകളാണ്. ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ എംപ്ലോയീസ് 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ എംപ്ലോയീസിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 80% ജീവനക്കാരും സ്ത്രീകളാണ്. പുരുഷന്മാര് 25 എണ്ണമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കുവോ? ചെയ്തിട്ട് വേഗം ആൻസേഴ്സ് കമന്റ് ആയി പോരട്ടെ. ഹലോ, ഓക്കെ. ഓപ്ഷൻ എ 100 എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് എന്നാ എക്സ്പ്ലനേഷനിലേക്ക് പോയാലോ? നമുക്ക് തന്നിരിക്കുന്നത് എന്താ? Given that 80% are females, hence percentage of male population എത്രയാണ്? 100 minus 80, 20% ആണുള്ളത്. 80% പുരുഷന്മാരാണെങ്കിൽ ബാക്കി സ്ത്രീകളാണെങ്കിൽ ബാക്കി 20% പുരുഷന്മാരായിരിക്കില്ലേ? അപ്പൊ 20% എന്ന് പറഞ്ഞാൽ 25 ആണ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
20 into x by 100 is equal to 25 എന്ന് എഴുതിക്കൂടെ? അപ്പോ x എന്ന് പറഞ്ഞാൽ 25 into 100 divided by 20. 25 into 100 2500 by 20. 0 0 cancel ആയി. 250 by 2 എത്ര? 125. അപ്പോ number of males 25 ആണ്. ടോട്ടൽ നമ്പർ 125 ആണ്. ടോട്ടൽ നമ്പർ 125ഉം number of males 25 ആണെങ്കിൽ number of females 125 minus 25 100 125 minus 25 100 അല്ലേ? ഓപ്ഷൻ എ 100 ആണ് ആൻസർ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 80% ഫീമെയിൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെയിൽസ് 20% ആണ് നമുക്കറിയാം. 20% 25 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നമ്മൾ കിട്ടും. നമ്പർ ഓഫ് മെയിൽസ് 25 ആണെങ്കിൽ നമ്പർ ഓഫ് ഫീമെയിൽസ് 125 മൈനസ് 25 100 ആയിരിക്കും അല്ലേ? ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. If 60% of x minus y equals to 40% of x plus y, then what percentage of x is y? കേൾക്കുമ്പോ വലിയ സുഖമൊന്നുമില്ലല്ലേ ക്വസ്റ്റ്യൻ. എന്താ ചോദ്യം? 60% എക്സ് മൈനസ് വൈയുടെ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് പ്ലസ് വൈയുടെ 40% ആണ്. എക്സ് മൈനസ് വൈ എന്നതിന്റെ 60% എന്ന് പറഞ്ഞാല് എക്സ് പ്ലസ് വൈന്റെ 40% ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് വാട്ട് പെർസെന്റേജ് ഓഫ് എക്സ് ഈസ് വൈ? എക്സിന്റെ എത്ര ശതമാനമാണ് വൈ എന്നാണ് ചോദ്യം. ഓക്കെ, ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എക്സ് മൈനസ് വൈയുടെ 60% എന്ന് പറഞ്ഞാല് എക്സ് പ്ലസ് വൈയുടെ 40% ആണെങ്കിൽ എക്സിന്റെ എത്ര ശതമാനമാണ് വൈ എന്നാണ് ചോദ്യം. 25, ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 45. ഒന്ന് ചെയ്ത് നോക്കൂ. ഹലോ, കമന്റ്സ് ആയിട്ട് ആൻസേഴ്സ് ഒന്നും വന്നിട്ടില്ലല്ലോ. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നും അല്ലേ? പക്ഷെ ക്വസ്റ്റ്യൻ എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് വരുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. എന്താ തന്നിരിക്കുന്നത്? എക്സ് മൈനസ് വൈയുടെ 60% എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈയുടെ 40% എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ എക്സ് മൈനസ് വൈ ഇൻറ്റു 60/100 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു 40/100 ആണ്. ഓക്കെ, എക്സ് മൈനസ് വൈ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഈ 100ഉം 100ഉം കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയില്ലേ? എക്സ് മൈനസ് വൈ ഇൻറ്റു 60 is equal to എക്സ് പ്ലസ് വൈ ഇൻറ്റു 40 എന്ന് എഴുതാം അല്ലേ? എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 40/60 ആണെന്ന് എഴുതാം.
40/60 നമുക്ക് 2/3 എന്ന് എഴുതിക്കൂടെ? 20 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് അപ്പോ x മൈനസ് y ഡിവൈഡഡ് ബൈ x പ്ലസ് y ഈസ് ഈക്വൽ ടു 2/3 എന്ന് എഴുതാം. 3x മൈനസ് 3y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2y എന്ന് എഴുതാം. 3x മൈനസ് 2x 2y പ്ലസ് 3y. ഓക്കെ, 3x മൈനസ് 2x എത്ര? x ഈസ് ഈക്വൽ ടു 5y. x ഈസ് ഈക്വൽ ടു 5y ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു x ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 5. 100/5 എത്ര? 20% അല്ലേ? 20% കിട്ടിയില്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ഇനി ഞാൻ അവസാനം നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ട് കമന്റ് ആയിട്ട് യൂട്യൂബിൽ കമന്റ് ആയിട്ട് ഇടണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ അതിന്റെ ആൻസറും എക്സ്പ്ലനേഷനും അടുത്ത ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ചോദ്യം, അമൽ സ്കോർഡ് 60% in an examination and Tinu scored 66%. The difference of the score is 12. How much score did Tinu get? അമലിന് ഒരു പരീക്ഷയ്ക്ക് 60% മാർക്കും ടിനുവിന് 66% മാർക്കും കിട്ടി. അപ്പൊ ഇവരുടെ മാർക്ക് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 12ആണ്. അങ്ങനെയാണെങ്കിൽ ടിനുവിന് എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത്? ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയാം. അമലിന് ഒരു പരീക്ഷയ്ക്ക് 60% മാർക്കും ടിനുവിന് 66% മാർക്കും കിട്ടി. അവര് രണ്ടുപേരും തമ്മിലുള്ള മാർക്കിന്റെ വ്യത്യാസം 12 ആണെങ്കിൽ ടിനുവിന് എത്ര മാർക്കാണ് കിട്ടിയത് എന്നാണ് ചോദ്യം. ഓക്കെ, ചെയ്തു നോക്കുമല്ലോ. ഓപ്ഷൻ എ 132, ഓപ്ഷൻ ബി 120, ഓപ്ഷൻ സി 200, ഓപ്ഷൻ ഡി 182. ഓക്കെ, ചെയ്തു നോക്കട്ടോ. ഞാൻ 30 സെക്കൻഡ് സമയം തരാം. വേഗം കമന്റ് സെക്ഷൻ അറിയട്ടെ. ഹലോ, ഓപ്ഷൻ എ 132 ആണ് അർഷിത പറയുന്നത്. ഓപ്ഷൻ എ 132. ഓക്കെ, സുജ ഓപ്ഷൻ എ 132. വിജിത ഓപ്ഷൻ എ 132. ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോയാലോ. എന്താ തന്നിട്ടുള്ളത്? പെർസെന്റേജ് ഡിഫറൻസ് ഇൻ സ്കോർസ് ഓഫ് ടിനു ആൻഡ് അമൽ എത്രയാണ് നമുക്ക് തന്ന ഡാറ്റയിൽ നിന്ന് കണ്ടുപിടിക്കാം. അമലും ടിനും തമ്മിലുള്ള മാർക്കിന്റെ വ്യത്യാസം 66%ഉം 60%ഉം അല്ലേ? അപ്പൊ അവര് തമ്മിലുള്ള ഡിഫറൻസ് 66 മൈനസ് 66% ആണെന്ന് അറിയാം. 6% ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ 12 ആണ്. രണ്ടുപേരും തമ്മിലുള്ള മാർക്കിന്റെ ഡിഫറൻസ് 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാർക്കിന്റെ 6% എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ഇൻറ്റു 6/100 12 എന്ന് എഴുതിക്കൂടെ ഇതില്? എക്സിന്റെ 6% 100 ആണ് അല്ലേ? 6x എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് രണ്ടിനെ ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്താൽ 6x എന്ന് പറഞ്ഞാൽ 1200 ആണ്. അപ്പൊ എക്സ് എന്താ വരിക?
ഓക്കെ, എക്സിന്റെ വാല്യൂ 1200/6 200 ആണ്. എക്സിന്റെ വാല്യൂ 200 ആണ് അല്ലേ? അപ്പൊ മൊത്തം പരീക്ഷ നടത്തുന്നത് 200 മാർക്കിലാണ്. അപ്പൊ ടിനുവിന് എത്ര പെർസെന്റേജ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവുന്നത്? 66% മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 200ന്റെ 66 എങ്ങനെ കണ്ടുപിടിക്കും? 200 into 66 divided by 100 ചെയ്ത പോരെ? ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ആയി. 66 into 2 132. ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്യേണ്ടത്. പെർസെന്റേജ് ഡിഫറൻസ് ഇൻ സ്കോർസ് ഓഫ് ടിനു ആൻഡ് അമല് 66ഉം 60 തമ്മിലുള്ള ഡിഫറൻസ് 6% ആണ്. 6% ഓഫ് മാർക്ക്, എത്രയോ മാർക്കിന്റെ 6% എന്ന് പറഞ്ഞാൽ 12 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 12 എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എക്സിന്റെ വാല്യൂ 200 ആണ്. 200ലാണ് എക്സാം നടന്നിട്ടുള്ളത്. ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 200 മാർക്സ് ആണ്. ആ 200ന്റെ 66% എന്ന് പറയുമ്പോൾ 200 into 66/100, 66 into 2 132. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, എ മാൻ ബോട്ട് ആൻ ആർട്ടിക്കിൾ ഓഫ് Rs 784 which included GST 12%. What is the price of article before GST was added? ഒരാള് ഒരു സാധനം വാങ്ങി, അതിന്റെ വില 784 രൂപ കൊടുത്തിട്ടാണ് അയാൾ വാങ്ങിയത്. ഈ 784 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻക്ലൂഡിങ് GST ആണ്. GST 12% ആണ്. അങ്ങനെയാണെങ്കിൽ GSTക്ക് മുമ്പ്, GST ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള സാധനത്തിന്റെ വില എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഫാക്ടർ കോസ്റ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് എന്ന് നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടില്ലേ? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്ട് ടാക്സ് ആണ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് പ്രൈസും 12% ഇൻഡയറക്ട് ടാക്സും കൂടി കൂട്ടിയ വിലയാണ് 784. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മാർക്കറ്റ് പ്രൈസ്, ആദ്യത്തെ വില, GST ആഡ് ചെയ്യുന്നതിന് മുൻപുള്ള സാധനത്തിന്റെ വില എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഹലോ, ഓക്കെ, ആൻസേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. 700 പറയുന്നവരുണ്ട്, 680 കമന്റ് ചെയ്തവരുണ്ട്. ഓക്കെ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെ ചെയ്തത്. അതായത് പോപ്പുലേഷൻ 9% പോപ്പുലേഷൻ കൂട്ടിയപ്പോഴുള്ള ഇപ്പോഴത്തെ പോപ്പുലേഷൻ. ആ ഒരു ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും ഏകദേശം ഒരേപോലെ അല്ലേ തോന്നുന്നത്? നമ്പേഴ്സും ചോദ്യത്തിന്റെ രീതിയും മാത്രമേ മാറിയിട്ടുള്ളൂ. ഒരേ മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, let us take X as the price without adding GST. മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് X എന്നെടുക്കാം അല്ലെ? GST ആഡ് ചെയ്യുന്നതിന് മുൻപുള്ള വിലയെ നമുക്ക് X എന്നെടുക്കാം. അപ്പൊ 12% GST കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വില? 12% GST കൂട്ടി.
എക്സ് പ്ലസ് 12 ഇൻറ്റു എക്സ് പ്ലസ് 100 എന്ന് പറഞ്ഞാല് 12/100 0.12 എന്ന് എഴുതിക്കൂടെ? എക്സ് പ്ലസ് 0.12x. അപ്പോ 1.12x. 1.12x എന്ന് പറഞ്ഞാൽ 784 ആണ്. അപ്പോ എക്സ് എന്താ? 784 ഡിവൈഡഡ് ബൈ 1.12 അല്ലേ? താഴത്തെ പോയിന്റ് കളയാൻ വേണ്ടി നമുക്ക് മുകളിലും താഴെയും 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോ 7840 ഡിവൈഡഡ് ബൈ 112. ഓക്കെ, 784 ഡിവൈഡഡ് ബൈ 112 എത്രയാ? 7 ആണ്. ഓക്കെ, 784/112 7 ആണ്. ആൻസർ 700 എന്ന് കിട്ടും. അപ്പോ GST 84 രൂപയാണ് നമ്മൾ GST ആഡ് ചെയ്തത്. GST ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള തുക എന്ന് പറഞ്ഞാൽ 700 ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം 22 in 1/2 22 1/2 percentage of 400 is 22 400ന്റെ 22% എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ ഏതാണ് ചോദിക്കുന്നത്? 90, 80, 100, 110. 90, 80, 100, 110. 22% ഓഫ് 400. 22% 400ന്റെ 22% എത്രയാണ് ചോദ്യം. നമ്മുടെ ബേസിക് ഇക്വേഷൻ വെച്ച് ചെയ്യാവുന്ന ഒരു കാര്യമില്ലേ? ചെയ്തു നോക്കൂ വേഗം. ആണ് ഓപ്ഷൻ എ 90 ആണ് എല്ലാവരും പറയുന്നത്. നമുക്ക് നോക്കാം. ഗുഡ്. നമുക്ക് 22,000 1/2 45/2 എഴുതുന്നതുകൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, എങ്ങനെ അത് എഴുതുന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ എങ്ങനെ നമുക്ക് ഒരു നോർമൽ ഫ്രാക്ഷൻ ആക്കാൻ പറ്റും എന്നുള്ളത് 22 1/2 അതെ ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാം. 22 × 2 22 × 2 എത്രയാ? 44 44 പ്ലസ് 1 45/2 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു മിക്സഡ് ഫ്രാക്ഷനെ നോർമൽ ഫ്രാക്ഷൻ ആക്കി മാറ്റാം. 45/2. അപ്പൊ 45/2% ഓഫ് 400 ആണ് നമുക്ക് കാണേണ്ടത്. അതെങ്ങനെ എഴുതും? 45/2 ഇൻറ്റു 400/100 എന്ന് എഴുതിക്കൂടെ? 100ഉം ക്യാൻസൽ ആയി പോയി. 45/2 അല്ലെ? 2 ഇവിടെ പോയി, ഇവിടെ 2. 45 × 2 എത്ര? 90 അല്ലെ? അപ്പോ 22.5% ഓഫ് 400 എന്ന് പറഞ്ഞാല് 90 ആണ്. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ബേസിക് ലോജിക് മാത്രം അപ്ലൈ ചെയ്യാം. മിക്സഡ് ഫ്രാക്ഷനെ എങ്ങനെ നോർമൽ ഫ്രാക്ഷൻ ആക്കാൻ പറ്റുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം. If the length of a rectangle increases by 20% and breadth reduces by 30%, what is percentage change in area? Okay, ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് 20% കൂട്ടുകയും അതിന്റെ ബ്രെഡ്ത്ത് 30% കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ
അതിന്റെ ഏരിയയ്ക്ക് ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഒരു റെക്റ്റാങ്കിളിന്റെ ലെങ്ത് 20% കൂട്ടുകയും ബ്രെഡ്ത്ത് 30% കുറയ്ക്കുകയും ചെയ്താൽ അതിന്റെ ഏരിയയ്ക്ക് ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻ 14, A 14, B 17, C 16, D 10. വേഗം ചെയ്ത് ഓപ്ഷൻസ് കമന്റ്സ് ആയി വന്നോട്ടെ. കമന്റ്സ് ഒന്നും വന്നിട്ടില്ലല്ലോ. കുറച്ച് കൺഫ്യൂസിങ് ആണല്ലേ. നമുക്ക് നോക്കാം, കുഴപ്പമില്ല. കുറച്ച് കൺഫ്യൂസിങ് എന്നതിലപ്പുറം ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ചെറിയൊരു ഷോർട്ട് കട്ടും പഠിക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെ കാണാം? നമുക്ക് ഇനീഷ്യൽ ലെങ്ത് 100 യൂണിറ്റും ഇനീഷ്യൽ ബ്രെഡ്ത്ത് 100 യൂണിറ്റും ആണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ഏരിയ എന്തായിരിക്കും? ഇനീഷ്യൽ ലെങ്ത് 100ഉം ഇനീഷ്യൽ ബ്രെഡ്ത്ത് 100 ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ഏരിയ? 100 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 100 ഇൻറ്റു 100 100 ഇൻറ്റു 100 10,000 സ്ക്വയർ യൂണിറ്റ് ആണ്. ലെങ്ത് 20 കൂട്ടി എന്ന് പറഞ്ഞാല് 100ന്റെ കൂടെ എന്താ ഉണ്ടായത്? 100ന്റെ കൂടെ 20 കൂട്ടി, ഇപ്പൊ 120 ലെങ്ത്. ബ്രെഡ്ത്ത് 30 കുറച്ചു എന്ന് പറഞ്ഞാൽ എന്താ? 100ൽ നിന്ന് 30 കുറച്ച് ഇപ്പൊ 70 ആയിട്ടുണ്ട് ബ്രെഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ പുതിയ ഏരിയ എത്രയാ? 120 ഇൻറ്റു 70 അല്ലെ? 120 ഇൻറ്റു 70 അല്ലേ പുതിയ ഏരിയ? 8400 സ്ക്വയർ യൂണിറ്റ് ആണ്. ഇനീഷ്യൽ ഏരിയ 10,000 സ്ക്വയർ യൂണിറ്റും ഇപ്പോൾ ഉള്ള ഏരിയ 8400 സ്ക്വയർ യൂണിറ്റും ആണ്. ന്യൂ ഏരിയ അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ന്യൂ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ ഏരിയ എത്രയാ? 8400 ഡിവൈഡഡ് ബൈ ഇപ്പോഴുള്ളത് ഒറിജിനൽ ഇൻറ്റു 100 അല്ലേ? അതല്ലേ പെർസെൻറ്റേജ് കാണുക. എത്ര പെർസെൻറ്റേജ് ആണ് അങ്ങനെയല്ലേ കാണുക? ഓക്കെ, 10,000 അല്ലേ? ഓക്കെ, 84% എന്ന് കിട്ടും. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് കുറഞ്ഞത്? 100 ആയിരുന്നു ആദ്യം, അതിൽ നിന്ന് 84 ആണ് ഇപ്പോഴുള്ള പെർസെൻറ്റേജ്. അപ്പൊ 60% ആണ് അല്ലേ? 16% കുറയാണ് ചെയ്തത്. ഓക്കെ, ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എക്സ്പ്ലനേഷൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് ഇനീഷ്യൽ ലെങ്ത്തും ഒന്നും അറിയില്ല, ബ്രെഡ്ത്ത് ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഇനീഷ്യൽ ലെങ്ത്തിന് 100 യൂണിറ്റ് എന്നും ഇനീഷ്യൽ ബ്രെഡ്ത്തിന് 100 യൂണിറ്റ് എന്ന് എടുക്കുക. അപ്പൊ ഇനീഷ്യൽ ഏരിയ 10,000 സ്ക്വയർ യൂണിറ്റ് എന്ന് കിട്ടും. ലെങ്ത് 20 ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എങ്ങനെ എഴുതും? 100 + 20 120 എന്ന് എഴുതും. ബ്രെഡ്ത്ത് 30 ഡിഗ്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 100 - 30 70 എന്ന് എഴുതും. പുതിയ ഏരിയ 120 × 70 8400 എന്ന് എഴുതാൻ പറ്റും. ഇനീഷ്യൽ ഏരിയ 10,000 ആയിരുന്നു, ന്യൂ ഏരിയ 8400 ആണ്. അപ്പൊ പെർസെൻറ്റേജ് ഓഫ് ന്യൂ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഇനീഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ 8400 ഡിവൈഡഡ് ബൈ 10,000 × 100 84% ആണ്. അപ്പോൾ ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ 100 - 84 60% ഡിഗ്രീസ് ഉണ്ടായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഷോർട്ട് കട്ടിലേക്ക് പോവാം. ഷോർട്ട് കട്ട് എന്താന്ന് വെച്ചാല് എക്സ് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? 100 പ്ലസ് എക്സ് ആണ് അല്ലേ? അപ്പൊ 120 ആയി. വൈ പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറയുമ്പോൾ 100 - 30 70 ആയി. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് 0 കളഞ്ഞു.
നമ്പേഴ്സിനെ രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്തു. 12 into 7. 12 into 7 84 നമുക്ക് കിട്ടി. ഈ 84ഉം 100ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആൻസർ. 100 minus 84 60. ഇനി ചില സമയത്ത് നമുക്ക് ഇപ്പൊ ഇവിടെ 12 into 11 ആയിരുന്നു എന്ന് വിചാരിച്ചു. അതായത് രണ്ടും ഇൻക്രീസ് ആണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ 12 into 11 ആവുമ്പോൾ എന്ത് വരും? 12 into 10 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ 120 എന്ന് വരില്ലേ? അപ്പോൾ 100 minus 120 20% ഇൻക്രീസ് വരും. അപ്പോൾ 100നേക്കാൾ കുറവാണ് വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രീസ് ആയിട്ടും 100നേക്കാൾ കൂടുതലാണ് വാല്യൂ എന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ആയിട്ടും എടുക്കുക. ഓക്കെ, ഒന്നും ചെയ്യണ്ട. വെറുതെ എത്ര കൂടി നോക്കുക, അതിനെ 120 എന്ന് എത്ര കൂടി ആ നമ്പർ കൂട്ടിയിട്ട് ആ നമ്പർ എഴുതുക, എത്ര കുറഞ്ഞു അത് എഴുതുക, കുറഞ്ഞതും കൂടിയതും കൂടിയിട്ട് ഡിജിറ്റ്സ് മാത്രം മൾട്ടിപ്പിൾ ചെയ്യുക. ആ നമ്പറും 100ഉം തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അത് 100നേക്കാൾ കുറവാണെങ്കിൽ ഡിഗ്രീസും 100നേക്കാൾ കൂടുതലാണെങ്കിൽ ഇൻക്രീസും ആയിട്ട് എടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. If a student multiple a number by 5 instead of dividing it by 5, what is the percentage change in the result because of this mistake? കുട്ടി എന്ത് ചെയ്തു? കുട്ടിയോട് ടീച്ചർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. പക്ഷേ കുട്ടി മാറിയിട്ട് 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആൻസറിൽ റിസൾട്ടിലുള്ള പെർസെൻറ്റേജ് ചേഞ്ച്, ഈ തെറ്റുകൊണ്ട് ആൻസറിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ചെയ്തു നോക്കുവോ? ആകെ കൺഫ്യൂഷൻ ആയില്ലേ? ആരുടെ കമന്റ്സ് അങ്ങോട്ട് വരുന്നതല്ല. കുഴപ്പമില്ല, ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്പറിനെ എന്തെടുക്കാം? 100 എന്ന് എടുക്കാം. അപ്പോൾ ഒറിജിനൽ റിസൾട്ട് എന്തായിരുന്നു വേണ്ടത്? 100 divided by 5 20 ആയിരുന്നു കിട്ടേണ്ടത്. പക്ഷെ കുട്ടി എന്ത് ചെയ്തു? 5 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. 100 into 5 500 കൂടി ക്യാൻസൽ കിട്ടി. അപ്പോൾ എറർ പെർസെൻറ്റേജ് എത്രയാ? 500 minus 20. എറർ എത്ര ഉണ്ടായത്? 500 minus 20 480 ആണ് മിസ്റ്റേക്ക്. അപ്പൊ മിസ്റ്റേക്കിന്റെ പെർസെൻറ്റേജ് എത്രയാ? ഓക്കെ, അപ്പോ എറർ ബൈ ഒറിജിനൽ റിസൾട്ട് എറർ എത്ര? 480 divided by original result into 100. 24,000 വലിയ വില കൊടുക്കേണ്ടി വരില്ലേ? വലിയ തെറ്റാണ് ചെയ്യുന്നത്. കാരണം ഡിവൈഡ് ചെയ്യേണ്ട സാധനത്തിന് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വലിയ മിസ്റ്റേക്കാ വരിക എന്നറിയാം. ചെറിയൊരു സംഖ്യ പെർസെൻറ്റേജ് ഒന്നല്ല വരിക, നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ചെറിയൊരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാല് അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതെങ്ങനെയാ ചെയ്തത്? ഒറിജിനൽ നമ്പറിന് 100 എടുത്തു. ഒറിജിനൽ റിസൾട്ട് 20 ആയിരുന്നു ആവേണ്ടത്. റോങ് റിസൾട്ട് ആയിട്ട് 500 കിട്ടി. എററിന്റെ വാല്യൂ 480 ആണ്. അപ്പോൾ എറർ പെർസെൻറ്റേജ് പറഞ്ഞാല് എറർ വാല്യൂ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. അപ്പോൾ 480 by 20 into 100 24,400. ഓക്കെ,
ഇനി ഇതിനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം ഞാൻ. വളരെ സിമ്പിൾ ആണ്. രണ്ട് നമ്പേഴ്സും കൂടി മൾട്ടിപ്പിൾ ചെയ്യുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക, അതിനെ 100 കൊണ്ട് ഗുണിക്കുക. എങ്ങനെയാ? ഡിവൈഡ് ചെയ്യുന്നതിന് പകരം മൾട്ടിപ്പിൾ ചെയ്തു. എത്ര കൊണ്ടാ ചെയ്തത്? രണ്ടും ഒരേ നമ്പർ ആണ് അല്ലേ? 5 × 5. അതിൽ നിന്ന് 1 കുറയ്ക്കുക, അതിനെ 100 കൊണ്ട് ഗുണിക്കുക. 5 × 5 25 - 1 24 × 100 2400. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? എളുപ്പല്ലേ? അധികം സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടിയോട് 12 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാനായിരുന്നു പറഞ്ഞത്. കുട്ടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്ര വരും എന്ന് വെച്ചാൽ 12 × 5 - 1 × 100. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇക്വേഷൻ x × y - 1 × 100. ഇനി നമുക്കൊരു അസൈൻമെന്റ് തരാം. നിങ്ങൾ എല്ലാവരും കുറിപ്പിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എക്സ് പ്ലസ് വൈ 60% എക്സ് മൈനസ് വൈ എന്നുണ്ടെങ്കിൽ എക്സിന്റെ എത്ര ശതമാനമാണ് വൈ എന്നൊക്കെ ചോദിച്ചിട്ടല്ലേ? അതേപോലെയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 40% ഓഫ് എക്സ് ബി വൈ ആൻഡ് ലെറ്റ് എക്സ് പ്ലസ് വൈ ബി 70% ഓഫ് സെറ്റ്, ദെൻ വൈ ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് സെറ്റ്. എക്സിന്റെ 40% വൈ, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 70ന്റെ സെറ്റിന്റെ 70%. അങ്ങനെയാണെങ്കിൽ വൈ സെറ്റിന്റെ എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 28%, 24%, 20%, 22%. എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം എല്ലാതും വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇത് ആൻസർ നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണം. ഓക്കെ, എക്സാം അടുത്ത് വരികയാണ്, ഇനിയും സമയമില്ല. ക്ലാസ് ഡെയിലി ലൈവായി വരാത്തവര് വരാൻ ശ്രമിക്കുക. കാരണം പരീക്ഷ അടുക്കാറായി. നമ്മൾ ഈ അവസാന നിമിഷം ധൃതി പിടിച്ചൊന്നും പഠിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് കൃത്യമായി ലൈവ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ് വേഗം തന്നെ എടുക്കാം. കുറച്ച് പോർഷൻസ് റിഷാദ് സാറും കുറച്ച് പോർഷൻസ് തംജിദ് സാറും കംപ്ലീറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ നമുക്ക് ഈ മാസം കൊണ്ട് എല്ലാ പോർഷനും തീർക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലേണിംഗ്.